ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ബാത്താണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പട്ട, ഗ്രാമ്പൂ, ജീരകം, ബേ ലീഫ് അതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഉള്ളി, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണിത്. കുറച്ച് ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. വെജിറ്റബിൾസ് അത്യാവശ്യം ഇല്ല, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, പിന്നെ കാഷ്യൂ, കിസ്മിസ് വറുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടൊമാറ്റോ അരച്ചെടുത്തതാണ്. ഒരു മീഡിയം ഒരു 1.5 ടൊമാറ്റോണ് എടുത്തിരിക്കുന്നത്. അത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് അരി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. നമ്മൾ ഹെൽത്തി പ്രിഫറൻസസ് കൊടുക്കുന്നത് കാരണം നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെയ്യ്. അപ്പം നമ്മളിന്ന് കുക്കറിലാണ് സാധനം വയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊരു 2 സ്പൂണ് നെയ്യിടാം. നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട് കേട്ടോ, ഇത് പറയാൻ മാറും. കുറച്ച് നെയ്യിടാം. കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിക്കാം. കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കുറച്ച്. നമ്മുടെ എണ്ണയും നെയ്യും ചൂടായാൽ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാവേ. നമ്മുടെ കിസ്മിസൊക്കെ ഒന്ന് ബോള് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനി അതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ജീരകം, കസ്കസൊക്കെ ഇടാം. പൊട്ടിത്തെറിക്കും. അതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ വലിയുള്ളി, ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും 2 പേർക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുക. അത് കാരണം കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി അതൊരു 1/4 ടേബിൾ സ്പൂണ്, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, പെരിഞ്ജീരകപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഗരം മസാല. അപ്പോൾ നമുക്ക് ഈ മസാലേൻ്റെയൊക്കെ ഒരു പച്ചമണോ അതിൻ്റെ ഇതൊക്കെ പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കും. അതൊരു 1 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ടൊമാറ്റോ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ടൊമാറ്റോൻ്റെയൊക്കെ ഒന്ന് വെന്ത് വരണം. അല്ലെങ്കിൽ അതിൻ്റെ ഫുള്ള് പച്ചമണം നമ്മളുടെ ടൊമാറ്റോ ബാത്തിലോട്ട് അടിക്കും. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു
2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതൊക്കെ എണ്ണ അത് വെന്തിട്ട് എണ്ണ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അതിന് എണ്ണ സെപ്പറേറ്റ് വരണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇടാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസും മസാലയൊക്കെ കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നുറുക്ക് ഗോതമ്പ് ചേർക്കാം. എല്ലാവരും ഇതിന് ഉപ്പുമാവും ഇതൊക്കെ വയ്ക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. ഏകദേശം ബിരിയാണീൻ്റെയൊക്കെ ടേസ്റ്റ് വരും. ഉപ്പുമാവുമ്പോൾ നമുക്ക് വേഗം മടുക്കും. അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അത്ര വേഗം മടുക്കില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിതിൽ വെജിറ്റബിൾസും ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ് സംഭവം. അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പും മസാലയും എല്ലാതും കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഡബിൾ വെള്ളം, അതായത് 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസും ഇച്ചിരി കൂടി വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടാണ് നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്യാൻ പോണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് തിളച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നാരങ്ങ പീച്ചി കൊടുത്തു. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/4 സ്പൂണ്, ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. സിമ്മിൽ വയ്ക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ വയ്ക്കുക. സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓഫാക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇതിൻ്റെ എയർ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ബാത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സാലഡിൻ്റെ കൂടെ അച്ചാർ, പിന്നെ ചിക്കൻ, ബീഫ് എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. എന്തായാലും നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണതിനെക്കാട്ടിലും നല്ല രുചിയാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്